നിങ്ങളൊരു വ്യക്തിക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഉപകാരം ഒരു പ്രാവശ്യമല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് ആ ഉപകാരം ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നോ പറയാൻ പറ്റാത്തത് കൊണ്ടും ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണ് നിങ്ങളത് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അയാൾ നിങ്ങളെ പാവം എന്ന പേരിൽ അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ അല്ല, സത്യത്തിൽ അതൊരു യൂട്ടിലൈസേഷൻ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ അവർ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്: ഞാൻ എപ്പം പൈസ ചോദിച്ച് വിളിച്ചാലും അവർ തരും കേട്ടോ, പാവം. ഞാൻ എത്ര സങ്കടം വന്ന് വിളിക്കുമ്പോഴും എനിക്ക് എപ്പോഴും എന്നെ കേട്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ, പാവം. ഞാനൊരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഒരിക്കലും എന്നോട് ഡിസഗ്രി ചെയ്യില്ല, എപ്പോഴും എന്നോട് എഗ്രി ചെയ്ത് തന്നെ നിൽക്കും, പാവം. അയ്യോ, അവർ ഭയങ്കര അഡ്ജസ്റ്റിങ്ങും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങും പൊളൈറ്റുമാണ്, വളരെ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ, പാവം. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നിപ്പിക്കുന്നതെങ്കിലും അത് അനുഭവിക്കുന്ന ആൾക്ക് ശരിക്കും അതൊരു ബേർഡനാണ്. ഒരു ലൂപ്പിലൊക്കെ പെട്ടുപോയതുപോലെ അപ്രീസിയേഷൻ്റെ പേരിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുക. സോ നെക്സ്റ്റ് ടൈം നിങ്ങളെ ഒരാൾ പാവം എന്ന് സംബോധന ചെയ്യുമ്പോഴത്തേക്കും ഏത് ഇന്നബിലിറ്റീനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യാത്ത ഏത് ബൗണ്ടറിനെയാണ് അവർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് എന്നൊന്ന് അനലൈസ് ചെയ്യുക. ആ ബൗണ്ടറി കൃത്യമായി സെറ്റ് ചെയ്യുക. സോഷ്യൽ വാലിഡേഷൻസിന് പകരം സെൽഫ് റെസ്പെക്റ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള അപ്രീസിയേഷൻസ് നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് ഹെൽപ്പ് എടുക്കുക.